ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളെ പറ്റിയാണ്. ഒന്ന് ആഗസ്റ്റ് 15 ജാനുവരി 26 1950 നമ്മൾ ഓർക്കുന്ന റിപ്പബ്ലിക് ഡേ ദിനം. പക്ഷേ ഈ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ തിരുവനന്തപുരത്ത് നിന്നും പങ്കെടുക്കേണ്ട ഒരു കാരണവശാലും പങ്കെടുക്കാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫോർമർ റൂളർ എന്നുള്ള നിലയ്ക്ക് പങ്കെടുത്താത്ത ഒരു കുടുംബത്തെ പറ്റിയാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 1990 തൊട്ട് ഞാൻ പല ലേഖനങ്ങളിലും ഇത് എഴുതിയിട്ടുള്ളതാണ്. അത് തിരുവനന്തപുരത്തെ കവടിയാറിലുള്ള രാജകൊട്ടാരത്തിലെ സംബന്ധിച്ചാണ്. അവരാരും തന്നെ അവിടെ നിന്ന് ഒരു വ്യക്തി പോലും ഈ ഫംഗ്ഷന് പങ്കെടുക്കാറില്ല. ഈ ഫംഗ്ഷൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് നമ്മൾ 70 തൊട്ട് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തിട്ട് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധവും ഇവിടെയുള്ള ഫങ്ഷൻസ് എല്ലാം അറേഞ്ച് ചെയ്തുള്ള ബന്ധവുമൊക്കെ ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ തന്നെ ഈ സ്റ്റേഡിയം മുഴുവൻ ഹൗസ്ഫുള്ളായിട്ട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ചടങ്ങാണ് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഏറ്റവും ഉന്നതമായ ഔദ്യോഗിക ചടങ്ങ്. അപ്പോൾ ഞാൻ അന്ന് തൊട്ടേ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഇവർ ഈ ചടങ്ങിന് പങ്കെടുക്കാത്തത്. ഞാൻ കുറച്ചുകൂടെ പിറകിലോട്ട് സഞ്ചരിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവർ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതിൽ നിന്ന് മാറി നിന്നവരാണ് എന്നുള്ളതും അവർ തന്നെ അത് പറഞ്ഞു. അതായത് തിരുക്കൊച്ചിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നടപടി സ്വീകരിക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം എന്താണ്, ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ വരുമ്പോൾ ഈ ഭരണം അവർ ഏറ്റെടുക്കുമ്പോൾ രാജാക്കന്മാരിൽ നിന്നുമാണ് അവർ ഭരണം ഏറ്റെടുത്തത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ തിരിച്ച് പോകുമ്പോൾ രാജാക്കന്മാരെ ഏൽപ്പിച്ചിട്ട് പോകണം. ഇതാണ് അവരുടെ വാദഗതികൾ. അപ്പോൾ ഇത് അവർ തിരുവനന്തപുരത്തെ ഒരു വലിയൊരു ചടങ്ങിൽ വരെ അവിടുത്തെ സേതു പാർവതി, ലക്ഷ്മിബായി തമ്പുരാട്ടി അവരിത് പറയുകയും ചെയ്തിരുന്നു. അത് അവരുടെ ഒരു വാദഗതി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ അന്വേഷിച്ച് ഏതാണ്ട് 560 നാട്ടുരാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളെയും പട്ടയിൽ അഴിച്ചൊതുക്കി പുതിയ രാജ്യങ്ങളുണ്ടാക്കി. തിരുവിതാംകൂർ മാത്രം മാറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പുസ്തകം കിട്ടിയത്. പട്ടം മുതൽ പനമ്പള്ളി വരെ എന്ന് പറയുന്ന ഒരു പുസ്തകം എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ പുസ്തകത്തിൽ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഡൽഹിയിൽ പോയി പട്ടേലിനെ കാണാൻ പോവുകയായിരുന്നു. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, പട്ടേലാണ് നമ്മുടെ ഈ പുതിയ ഇന്ത്യയെ രൂപീകരിച്ചതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഈ രാജകുടുംബം മാറി നിൽക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നൊരു ടീമായിട്ട് ഇവർ ആ കാലത്തിൽ ഡൽഹിയിൽ പോയി. സി നാരായണപിള്ള എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 4-5 പേര് പോയി. അവിടെ ചെന്നപ്പോൾ പട്ടേലിനെ കാണുകയാണ്. ഒരു ചെറിയ മുറിയിൽ ഒറ്റയ്ക്കൊരു വയസ്സിക്കുന്ന ആൾ, തല മുട്ടയായിട്ടുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടു, ഇരിക്കാൻ പറഞ്ഞു. എന്താ ചോദിച്ചു. അപ്പോൾ പട്ടേൽ ചോദിച്ചു, എന്താണ് രാജകുടുംബത്തിന് ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൂടെ പങ്കെടുക്കാൻ അവർക്ക് വിമുഖത എന്താ കാര്യം? അത് അവർ പറയുന്നത് തിരുവിതാംകൂറിൻ്റെ വ്യക്തിത്വം നിലനിർത്തുന്നതിന് വേണ്ടി
ഇത് ഭരണം പിന്നെ ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നത് തന്നെ രാജാവിൽ നിന്നാണ്. ഈ രാജാവ് തിരുവിതാംകൂറിനെ തൃപ്പടിത്താനം എന്നുള്ള രീതിയിൽ കൺസെക്രേറ്റ് ചെയ്തിരിക്കുകയാണ്, അടിയറ വെച്ചിരിക്കുകയാണ് ദൈവത്തിന്. അപ്പോൾ ദൈവത്തിന് അടിയറ വെച്ചിരിക്കുമ്പോൾ ഇത് അങ്ങനെ അടിയറ വെച്ച ഒരു സംസ്ഥാനമായതുകൊണ്ട് ഇത് തിരിച്ച് രാജാവിന് തന്നെ തരണം. അതല്ല എന്നുണ്ടെങ്കിൽ ദൈവകോപം ഉണ്ടാവും. അതാണ് കൊട്ടാരത്തിൻ്റെ പ്രതിഷേധത്തിനുള്ള കാരണം. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, 300 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും ഒരു ദൈവകോപവും ഞങ്ങൾക്കുണ്ടായില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു അദ്ദേഹത്തെ. ഇത് ഒരു സംഭവം. അവരുടെ പിന്നെ കവടിയാർ കൊട്ടാരത്തിനകത്ത് ഈ ആഘോഷ ദിനങ്ങളിലൊന്നും ഇന്ത്യൻ പതാക ഒരിക്കലും ഉയർത്തി കണ്ടിട്ടില്ല. അതൊന്നും. 2, ഇവർക്ക് പിന്നെ ഇങ്ങനെയൊന്ന് നടത്തണം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് തിരുവനന്തപുരത്ത് പല ചടങ്ങുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ടാഗോർ തിയേറ്ററിൽ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങ് വരാറുണ്ട്, ഗവർണർ വരാറുണ്ട്, മന്ത്രിമാർ വരാറുണ്ട്. അപ്പോൾ അതിലൊരു ചടങ്ങിൽ ഞാനിതുപോലെ പങ്കെടുക്കുമ്പോൾ ഞാൻ പങ്കെടുത്തതല്ല, ഞാൻ അറിഞ്ഞതാണ്. അതായത് ശ്രീ ചിത്ര പിന്നെ ഹോസ്പിറ്റലുണ്ടല്ലോ, ശ്രീ ചിത്ര പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിനകത്തുള്ള ശ്രീ ചിത്ര, അതെ ശ്രീ ചിത്ര. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ശ്രീ അച്യുത മേനോനായിരുന്നു ഉദ്ഘാടനത്തിന് എത്തുന്നത്. അച്യുത മേനോൻ അവിടെ എത്തുമ്പോൾ തന്നെ രാജാവ്, അന്ന് ശ്രീ ചിത്ര തിരുനാളായിരുന്നു, അദ്ദേഹം ജീവിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം ആൾറെഡി അവിടെ ഉപവിഷ്ടനായിരിക്കുകയായിരുന്നു. ശ്രീ അച്യുത മേനോൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും എണീറ്റ്, ഈ രാജാവ് മാത്രം എണീറ്റില്ല, അതേ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീ അച്യുത മേനോൻ അപ്പം തന്നെ അദ്ദേഹം പ്രതികരിച്ചു. ഇത് എന്നെ അച്യുത മേനോനെ കണ്ടിട്ട് ആളുകൾ എണീറ്റതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് എല്ലാവരും എണീറ്റത്. ഇവിടെ പിന്നെ കാണിച്ചത് ശരിയല്ല എന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെയും ഇട്ടിട്ട്, അപ്പോൾ അവർക്ക് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ഞാൻ നോക്കിയാൽ അവരൊരു പ്രജയാകാൻ അവരിഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പ്രജയാകുന്നില്ല അവർ, നമ്മളെല്ലാം സിറ്റിസണായി അവർ പ്രജയാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വീണ്ടും ചിന്തിച്ചു, ഇവർ വോട്ട് ചെയ്യാറുണ്ടോ? ഞാൻ പിന്നെ കളക്ടറേറ്റിൽ ചെന്ന് ഇലക്ഷൻ്റെ ഡെപ്യൂട്ടി കളക്ടർ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫായിരുന്നു ലളിതാംബികയുടെ അടുത്ത് അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു. വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തപ്പോൾ കവടിയാർ പിന്നെ മണ്ഡലത്തിലുള്ള വോട്ടേഴ്സിൻ്റെ ഇതെല്ലാം എടുത്തു. പേരൂർ കടയുള്ള ഒരു സ്കൂളിലാണ് രാജകൊട്ടാരത്തിലുള്ളവരുടെ എല്ലാം വോട്ടേഴ്സ് പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പേരൂർ കടയിൽ ചെന്ന് ഞാൻ കാവലിരുന്നു. ഇവരാരെങ്കിലും വോട്ട് ചെയ്യാൻ വരുമെന്ന് ആരും വന്നിട്ടില്ല. അപ്പോൾ ആരും വരാതിരുന്നപ്പോൾ അവിടെ നിന്ന് തന്നെ അവിടുത്തെ ചാർജുള്ള ഓഫീസർ കളക്ടറെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയാണ്, ഇതാരും വരുന്നില്ല, വോട്ട് ചെയ്യാൻ വരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാനിത് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറുപടി തരാം, അതുവരെ യു ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പിന്നെ രാജകൊട്ടാരത്തിൽ കോൺടാക്റ്റ് ചെയ്തിരിക്കും. കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നോ, അവർ രാജകൊട്ടാരത്തിൽ നിന്ന് ആരും വന്ന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു, ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടും കുടുക്കൊക്കെ എടുത്തിട്ട് പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. അത് പിന്നീട് ഈ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അടുത്ത 2-3 ഇലക്ഷനൊക്കെ വരുമ്പോൾ ഈ ഇഷ്യൂ വന്നപ്പോൾ പത്രങ്ങൾ ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം കവടിയാർ കൊട്ടാരത്തിനകത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു ബൂത്ത് അറേഞ്ച് ചെയ്തു. അവർ നടന്ന് ഇനി അവിടെ വന്നൊന്നും വോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ എന്ത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ബൂത്ത് അറേഞ്ച് ചെയ്തു. ഈ ബൂത്ത് അറേഞ്ച് ചെയ്തിട്ടും അവിടെയുള്ള താഴ്ന്ന ഇതിലുള്ള ജോലിക്കാരായിട്ടുള്ള കുറേ ആളുകൾ വന്ന് ഇത് വോട്ട് ചെയ്തതല്ലാതെ മെയിൻ വ്യക്തികളാരും തന്നെ വന്ന് വോട്ട് ചെയ്തിട്ടില്ല.
ഇത് ഈ രണ്ട് കാര്യങ്ങളുമാണ് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നിയെങ്കിലും ഞാനിത് പറയുമ്പോൾ നമ്മളിത് ഒരു വളരെ കുടുംബം പിന്നെ നമുക്കെല്ലാവർക്കും ആദരണീയമായ കുടുംബമാണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അവിടുത്തെ ബാലരാമവർമ്മ എന്ന് പറയുന്ന രാജാവായിട്ടിരുന്ന അദ്ദേഹം പിന്നെ നമ്മുടെ രാജപ്രമുഖനായിരുന്നു. അതായത് 48 തൊട്ട് 59 വരെ 57 വരെ. അപ്പോൾ ഇൻ എഫക്റ്റിൽ അദ്ദേഹം ആസിഫ് അവർ ഗവർണർ ഇരുന്നില്ല. അപ്പം നമുക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട. ഇനി രാജാവിനെ നമുക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞാലും ഈ പീരീഡെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അതെ, അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ. അപ്പോൾ ഇവരിപ്പോഴും ഈ കുടുംബം ഇപ്പോഴും ഒരു കൺസർവേറ്റീവ് തരത്തിൽ നിൽക്കുന്നു. ഇവർ കുറച്ചുകൂടെ പ്രജയായി നമ്മളുടെ ഒണ്ണമംഗസ് ആയി നമ്മുടെ ഒരു പ്രതിനിധിയായിട്ടൊക്കെ അസംബ്ലിയിലൊക്കെ വരട്ടെ, അതൊക്കെ നല്ല കാര്യമില്ലേ എന്നുള്ളൊരു ആംഗിളിലാണ് ഞാനിത് കേട്ടത്. അതിൽ വളരെ രസകരമായ കാര്യം എനിക്ക് ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ രാജപ്രമുഖനായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്രത്തിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ പോയി, കൊട്ടാരത്തെ കമ്മ്യൂണിക്കേഷൻ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇത്രാം തീയതി രാജ്ഭവനിൽ ഇവിടെ വരണം, സത്യപ്രതിജ്ഞ ഉണ്ട്, സത്യപ്രതിജ്ഞയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയമെല്ലാം ആയിട്ടും സത്യപ്രതിജ്ഞയ്ക്ക് ആളെത്തിയില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ലോർഡ് പത്മനാഭൻ്റെ അടുത്ത് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ പിന്നെ അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പെയാണ് ഇദ്ദേഹം ഇത് ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്തില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴും അവർ വളരെ അറഗൻ്റായിട്ട് ഇതൊക്കെ എതിർക്കുമ്പോൾ നോക്കി ഇവർ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രയൊരു ഇത് ചെയ്യുന്നത്. എനിക്ക് വീണ്ടും അടുത്തൊരു കാര്യം കൂടെ തോന്നുന്നത്, ഈ വർഷത്തിൽ ഒരു തവണയായിട്ട് ആറാട്ടെന്ന് പറഞ്ഞൊരു മാമാങ്കം കാണാറുണ്ട്. ആറാട്ടിലെ പിന്നെ ഈ വാളെടുത്ത് രാജാവിന് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ വിജയൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു തിരുവനന്തപുരത്തെ കളക്ടർ. അപ്പോൾ ഈ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹവും ഞാനും വേറൊരു IAS ഓഫീസറും എല്ലാം കൂടി ഒരു മീറ്റിങ്ങിന് നമ്മളിങ്ങനെ കൂടിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു സംഭവം പറഞ്ഞു തരാം. ഞാൻ തിരുവനന്തപുരം കളക്ടറായിട്ടിരുന്ന അറിയാമോ, വിജയനെ അറിയാമോ? അറിയാം. ആ തിരുവനന്തപുരത്തെ ഒരു പ്രബല ഈഴവ കുടുംബത്തിൽപ്പെട്ട ആളാണ്. വെരി ജെന്റിൽമാൻ. എനിക്കൊരു ചെറിയ പരിചയമുണ്ട് അദ്ദേഹമായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കൊട്ടാരത്തിൽ വെച്ച് വാളെടുത്ത് രാജാവിന് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിൽ വാള് ഇദ്ദേഹം ഞാൻ പിടിച്ചുകൊണ്ടാണ് അവിടെ കിഴക്കേക്കോട്ടയിൽ നിന്ന് നടന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ട് പൂട്ടിയിരുന്നു. എന്തിനാ? എത്ര കോടി രൂപയാണ് സർക്കാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് പൂട്ടിയിട്ടിട്ട് കേരളത്തിലെ പോലീസും പട്ടാളത്തിനെയും എല്ലാം മുംബൈയിൽ നിന്ന് നടത്തിക്കുന്നു. അത് ബഹു രസമെന്ന് പറഞ്ഞാൽ ഞാനതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഈ പ്രൊസഷൻ ഇങ്ങനെ രാജാവ് പിടിച്ചോണ്ട് പോകുമ്പോൾ ഈ പോലീസുകാർക്ക് ആർക്കും ചെരുപ്പില്ല, ഷൂ ഇല്ല. കാരണം രാജാവ് ഷൂ ഇട്ടിട്ടില്ല. എന്ത് കോപ്രായമാണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ സാധാരണ ചിന്തയ്ക്ക് നിൽക്കാത്തത് കൊണ്ട് അങ്ങനെ. അപ്പോൾ ഇത് പോകുന്നു, അത് ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഇപ്പോഴും കൃത്യമായി 2 തവണ നടക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഒരു വർഷത്തിൽ 2 തവണ. അതും പോട്ടെ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ വലിയൊരു ഉത്സവം എന്ന് പറയും. കൊച്ചിൽ 5 വയസ്സ് 6 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു ഉത്സവം എന്ന് പറഞ്ഞ് ഒരിടത്ത് പോകുന്നത് ഈ മെയിൻ റോഡ് കൂടെയാണ്. കുണ്ടണി നങ്കയും കോരസ്വാമി എന്നും പറഞ്ഞിട്ട് ഒരു ദേവിയെല്ലാം കൊണ്ട് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് വന്ന് ഈ ചാലയിലെ ഒരു ക്ഷേത്രത്തിലുണ്ട്, അവിടെയെല്ലാം കൊണ്ട് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഇത് ഓൺ ദ വേ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് പല സ്ഥലത്തും ഇങ്ങനെ പായസം വയ്ക്കുക, എല്ലാവർക്കും കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചടങ്ങ്. അതിനൊക്കെ ഉണ്ട്. അന്ന് ആ കാലത്തിൽ പിന്നെ ഈ പ്ലാസ്റ്റിക് പോലും ഇല്ലാത്ത സമയങ്ങളാണ്. ബലൂണ് പോലും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കൊച്ചിരുന്നത്. അപ്പോൾ
ഈ ചാലയിൽ ഈ പ്രതിമ ഈ ദേവിയുടെ ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റാണ്, ഇതിനു മുമ്പേ ഇല്ല, പോലീസ് സലാമി ശസ്ത്രം കാണിക്കുന്നു. എവിടെ അറിയാം, നിങ്ങൾക്കറിയാമായിരിക്കും. പോലീസ് ഇന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബിംബത്തിന് മുമ്പേ പോലീസ് നിന്ന് ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് 2-3 തവണയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പിന്നെ ഈ മനു എസ് പിള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിന് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നീ സുധീർ ചില ചോദ്യം ചോദിച്ചപ്പോൾ ഹിന്ദു രാഷ്ട്രമായി ദേ ഓൾറെഡി മേഡിറ്റ് ഹിന്ദു രാഷ്ട്രം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പെരുമാറുന്നതെന്നാണ്. ജനാധിപത്യം വന്നിട്ട് എത്ര വർഷമായിട്ട് ഇതൊക്കെ നടക്കുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പുറകോട്ടാണോ മുമ്പോട്ടാണോ എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിത്രയും ഇവിടെ പ്രസ്താവിച്ചത്. ഓക്കെ.